ഇച്ചിരി കൂടിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ബട്ട് നൗ ദ ടൈം ഈസ് ഐ തിങ്ക് 6 o'clock. ബ്രോക്കലി വെച്ചിട്ടൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. എന്താവും എന്നറിയില്ല. ബ്രോക്കലി ആദ്യം ഇതുപോലെ ഉപ്പിട്ട വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. വെള്ളം ഒഴിക്കുന്നതും ഒക്കെ എടുക്കാൻ മറന്നുപോയി. സോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ചെറിയ തീയിലൊരു 1 minute വേവിക്കണം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ്. സ്മൂത്തിക്ക് വേണ്ടി എന്താണ് ഇവിടെ ഒക്കെ ഫുള്ള് വൃത്തികേടാണല്ലോ. 1 apple. ഫോണോടെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യട്ടെ. ഈ ഒരു കളറിൽ ആവണം ബ്രോക്കലി. അതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ്. ഇതിൽ കൂടുതലാവാൻ പാടില്ല. ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലായി കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡി ടു ഈറ്റ് വിത്ത് ഫുൾ പ്രോട്ടീൻ. സോൾട്ടൊക്കെ വലിയ കാര്യം പോലെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഉമ്മ ഉണ്ടാച്ചിരിക്കും, എന്തിനാണോ സോൾട്ടൊക്കെ, കുക്ക് ചെയ്യുന്ന ആൾക്കല്ലേ അതൊക്കെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ബ്രോക്കലി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ സ്മൂത്തിയൊക്കെ കുറിച്ച് കുറച്ച് വീഡിയോസും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ബട്ട് നൗ ദ ടൈം ഈസ് ഐ തിങ്ക് 6 o'clock. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പണി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ
നല്ല ടേസ്റ്റ്. എരി ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്, ഞാൻ ഈ സംഭവം ഇത് ബ്രോക്കലി ബ്രേക്ക്ഫാസ്റ്റാണ് ഉദ്ദേശിച്ചത്. ബട്ട് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് ഈവനിങ് 6 o'clock, അതായത് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി. സോ 6 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെയൊക്കെ കഴിക്കൂ, എന്നെ കണ്ടുപിടിക്കൂ. എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറിയോ? ഇത് നിർത്തണം. ഉമ്മ ഇങ്ങനെ പറയും, നീ പുറത്തുള്ള വാങ്ങി തിന്നല്ലേ, നീ അവിടെ നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ വാങ്ങി. ഉമ്മ വന്ന് ഇന്നലെ ഉമ്മ 2 days സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്നിട്ട് ഇങ്ങനെ സെറ്റാക്കി തരും, എല്ലാം സെറ്റാക്കി തരും. എന്നിട്ട് അത് വാങ്ങിക്കുന്നു പറഞ്ഞ് വെജിറ്റബിൾസ്, പാലൊക്കെ വാങ്ങിപ്പിക്കും. മുട്ടൊക്കെ വാങ്ങി വെച്ച പോലെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ പിന്നെയും ഈ സാധനം പോയിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് മാള്, നെസ്റ്റോ, ഞാൻ പോയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വരും. കുറേ ബാക്കിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. എന്നിട്ട് ഉമ്മ വരുമ്പോൾ ഞാൻ അങ്ങനെ ഒളിപ്പിച്ച് വെക്കും. അപ്പം ഉമ്മ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. എന്നിട്ട് പറയും, എന്തിനാണ് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി തിന്നല്ലേ, നീ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു ഇങ്ങനെ പറയും. അപ്പം ഉമ്മക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നതിൻ്റെ ക്ഷീണം മാറുന്നില്ല. നാക്കൊക്കെ എരിയാണ്. ദീസ് പൊടീസ് എന്തൊക്കെ പൊടിയാണ്? റെഡ് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെന്താണ്, അങ്ങനെ എല്ലാ പൊടികളും കുഞ്ഞു ബോട്ടിലൊക്കെ ആക്കി ഉമ്മ കൊണ്ടുവരും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറയും. ഇതൊക്കെ ഉമ്മ വന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വാങ്ങിക്കൊണ്ടാക്കുന്നത് ഇനി എഡിറ്റിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട്, ഡ്രാമ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് കുറേ പണിയുണ്ട്. അധികം ഫ്ലാറ്റിൽ നിന്ന് ചെയ്യില്ല, അത് പുറത്തു പോയിട്ടാണ് ചെയ്യുക. പുറത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സ്റ്റോറീസൊക്കെ മൈൻഡിൽ വരുള്ളൂ. നല്ല ആംബിയൻസും കുറേ ആളൊക്കെ കണ്ട് ലൈക്ക് കോഫിയൊക്കെ കുടിച്ച് സറൗണ്ടിങ് ഒക്കെ സൂപ്പറായി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസൊക്കെ വരും. അതിന് വേണ്ടിയിട്ട് പോവാണ്.
Greek yogurt. Greek yogurt is very good for our health. Greek yogurt is full of protein. The must ആണ്. Okay, try Greek yogurt. YouTube. എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്മൈൽ അറ്റ് എവ്രി വൺ. എല്ലാവർക്കും ഞാൻ ഒരു സ്മൈൽ കൊടുക്കും. ലൈക്ക് എന്നെ ആര് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു 90-year-old അപ്പൂപ്പനായാലും സെക്യൂരിറ്റി ചേട്ടന്മാർ, സെക്യൂരിറ്റി ചേച്ചിമാർ, സെയിൽസ് ചേട്ടന്മാർ, സെയിൽസ് ചേച്ചിമാർ എന്നെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പാസ് ചെയ്ത് പോകുന്ന ഗേൾസ് ആയിക്കോട്ടെ, എല്ലാവർക്കും, പിന്നെ ഹൗസ് വൈഫ് ചേച്ചിമാർ എന്നെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ഐ ബി ലൈക്ക് ജസ്റ്റ് ഒരു സ്മൈൽ കൊടുക്കും. എനിക്കിഷ്ടമാണത്. ബട്ട് അത് കാരണം എനിക്ക് കുറേ പണി കിട്ടി. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ ഷുഡ് സ്റ്റോപ്പ് സ്മൈലിങ്. ലൈക്ക് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഇങ്ങനെ പോരും. ഞാൻ ഒരിക്കൽ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ബ്ലോക്കിൽ അപ്പുറത്തൊരു വണ്ടിയിൽ ഇതിപ്പോൾ ഇത് നാച്ചുറൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെ വണ്ടിയിലിരിക്കാതെ അപ്പോൾ ദ ഗൈ നെക്സ്റ്റ് കാർ, ഐ വാസ് ലൈക്ക് അത്രേ ചിരിച്ചിട്ടുള്ളൂ. ഹീ സ്റ്റാർട്ടഡ് ഫോളോയിങ് മീ. അപ്പം അങ്ങനെ ഞാൻ കുറേ ടേൺസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ സെയിം ബ്ലാക്ക് കാർ, ദ സെയിം നമ്പർ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. എനിക്ക് ടെൻഷനായി തുടങ്ങി. രാത്രിയാണ്. ഞാൻ അങ്ങനെ എന്താ ചെയ്യുക? ഐ വാസ് ലൈക്ക്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ സിസ്റ്ററൊക്കെ പറയും നീ ഇങ്ങനെ ചിരിക്കല്ലേ. ഐ ബി ലൈക്ക് അതിനിപ്പോൾ എന്താ ചിരിച്ചാലെന്തോ ഒരു സ്മൈലല്ലേ, അതിനിപ്പോൾ എന്താന്ന് ചോദിക്കും ഞാൻ. അപ്പോൾ ഇയാൾ ഈ ബ്ലാക്ക് കാർ അന്ന് ഫുൾ എന്നെ ഫോളോ ചെയ്ത് ഞാൻ എങ്ങനെയൊക്കെ അങ്ങനെ കുറേ ടേൺസ് എടുത്ത് ലാസ്റ്റ് അവർ മിസ്സായി. ഓക്കെ, ഇന്നൊരാളിങ്ങനെ പാസ് ചെയ്യാം. എനിക്കത് ഒരു ഹാബിറ്റായിപ്പോയി. ഓക്കെ, അപ്പോൾ അയാളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ അയാളിങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് പോയതാ. ഞാൻ അങ്ങനെ നടന്ന് കുറേ മുമ്പിലെത്തിയപ്പോൾ ആളില്ലാത്ത സ്ഥലത്ത് ഞാൻ ലൈക്ക് ആർ യു ഫോളോയിങ് മീ? അപ്പോൾ അയാൾ നോ അല്ല, ഫോളോ ചെയ്തല്ല ഞാൻ. ഓക്കെ എന്നാൽ കാണാം. അപ്പോൾ ഈ വാസ് ലൈക്ക് ഓക്കെ കാണാം. സോ ഐ എം ഗോണ സ്റ്റോപ്പ് സ്മൈലിങ്. നെക്സ്റ്റ് ജിമ്മിലോട്ട് പോവാണ്. കോൾഡ് പിടിച്ച്. Fingerprint. Full security zone. Thank you. ആരുമില്ല, ഞാനേ ഉള്ളൂ. എല്ലാവരും പോയി.